ഹൈറ്റ് കുറവായ കാരണം എനിക്കൊരു വലിയൊരു പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണോ? പവിത്ര ബന്ധത്തില് 9 മാസം വരെ ഞാൻ വർക്ക് ചെയ്തു. ആണോ? 9th മന്ത് ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഡെലിവറി ചെയ്തു. അത്ര വരെ അഭിനയിച്ചു. പോയില്ലേ? കാരണം അത് ചെയ്തേ പറ്റൂ. കാരണം ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഇതൊരു എന്താണ് ഒരു ഇത് മാത്രമല്ല, പാഷൻ മാത്രമല്ല, എന്റെയൊക്കെ ഉപജീവന മാർഗമാണ് ഇത്. എനിക്ക് ഒരുപാട് ഡ്യൂട്ടീസും ഒരുപാട് ലയബിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വർക്കിന് കയറി വെച്ച്. അതാണ് നമ്മളെ ലൈഫ്. അതാണ് ലൈഫ് എന്തായിരുന്നു, എനിക്ക് റെസ്റ്റ് എടുത്ത് വീട്ടില് ഇതൊക്കെ എടുത്തിരിക്കാനുള്ള എനിക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാരും പറഞ്ഞു എനിക്ക് 4-5 വീട്, 4-5 ഫ്ലാറ്റ്, എനിക്ക് ആകെയുള്ള 4 സെന്റ് സ്ഥലമാണ് പരിധിയില്. അതിൽ പഴയതുണ്ടായിരുന്ന ഒരു വീടാണ്, അത് പൊളിച്ചിട്ടാണ് ഞാനിപ്പോ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് പഴയ ഇപ്പൊ 2 വീടായി. ഒന്നുമില്ല, ആ വീട് പൊളിച്ചിട്ടാണ് അതേ പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ സ്ട്രഗിളിങ് പീരീഡിലാണ്. എനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട് ഇപ്പൊ എനിക്ക് തീർക്കാനൊക്കെ. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. സിനിമയെ പറ്റി പറയുമ്പോൾ ഇപ്പൊ അധികം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് ചേച്ചി പല റോളിലുള്ളത്, സഹോദരിയായിട്ട്, കൂട്ടുകാരിയായിട്ട്, വില്ലത്തിയായിട്ട് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ചേച്ചിയുടെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ബാലനിലെ പോലെ ഒരു ക്യാരക്ടർ, നമ്മളെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു ക്യാരക്ടർ ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ, മമ്മൂക്കാടെ ഒരു പടത്തില് ഫുൾ മുഴുനീളൻ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചിട്ട് മഹാനഗരം അത് റിലീസായി. പക്ഷെ അത് തന്നെ വേണ്ടത്ര ഒരു അതാ പറഞ്ഞത്, അതൊരു വലിയ ലക്കാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നല്ല ക്യാരക്ടർ, നല്ല ക്യാരക്ടർ. അശോകന്റെ നായികയായിരുന്നു. ഒരു സോങ് ഉണ്ട് എനിക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നദിയ മൊയ്തൂടെ ആരുടെ പടം? പ്രൊഡ്യൂസർ KG ജോർജ് സാറായിരുന്നു. അതിന്റെ വലിയൊരു ടീമിന്റെ പടം. മമ്മൂക്ക പോലെയുള്ള, മുരളിച്ചേട്ടൻ, ശാന്തി കൃഷ്ണ, അങ്ങനെ എന്ത് വലിയ തിലകൻ ചേട്ടൻ, മീനാമ്മ, വലിയ ക്രൂ ആയിരുന്നു. എന്തൊരു നല്ലൊരു ഇതിലാണ് എനിക്ക് അതിലും പോയി. പക്ഷെ ഇത് പറഞ്ഞ പടം അത്ര അങ്ങോട്ട് സക്സസ് ആയില്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇത് കിട്ടിയില്ല. പക്ഷെ അതുപോലെ തന്നെ നദിയ മൊയ്തൂടെ കൂടെയുള്ള ഒരു പടം, അതും ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അത് റിലീസ് ആയില്ല അൺഫോർച്ചുനേറ്റ്ലി. ഞാനും ബൈജു, അതെ, ഓഫ് എന്ത് നല്ല ഞങ്ങൾക്ക് സോങ്, എന്ത് നല്ല ഞങ്ങള് ഭയങ്കര, ഞാൻ സ്കേർട്ടും ബ്ലൗസും ഫുള്ളി സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര നല്ല മുകേഷും നദിയ മൊയ്തും ഞാനും ബൈജു ഭയങ്കര നല്ല ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ പടം റിലീസായില്ല. അതെന്റെ ഒരു എന്താ പറയാ, അതൊരു സമയം അല്ലേ, ലക്ക്. അതെ, അൺലക്കി ആയിരുന്നു അന്നൊക്കെ ഞാന്. അതാണ് ചേച്ചിക്ക് അന്ന് കൊറേ ഇതുപോലത്തെ അവസരങ്ങൾ വന്നിട്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അത് എപ്പോഴെങ്കിലും ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചു, അപ്പോഴൊക്കെ ഇങ്ങനെ സങ്കടം തോന്നിയിട്ടുണ്ട് ഒരുപാടൊക്കെ. പിന്നെ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് സീരിയലിൽ ഒരു ഇത് കിട്ടിയപ്പോഴേക്കും ഞാൻ പിന്നെ ഒന്നും നോക്കാതെ ഞാൻ അങ്ങോട്ട് ചാടി അങ്ങോട്ട്. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ ഇങ്ങനെ തഴയപ്പെടുകയാണ്, എനിക്ക് ഇനി എനിക്ക് തന്നെ ഒരു കോംപ്ലക്സ് വന്നു. എനിക്ക് അത്ര ഹൈറ്റ് ഒന്നുമില്ല, പിന്നെ എനിക്ക് നല്ല ക്യാരക്ടർ ചെയ്യാനുള്ള കഴിവുമില്ല. ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊന്നും കിട്ടൂല ഇനി. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ ഇവിടെ കിടന്നിങ്ങനെ. അപ്പൊ സീരിയൽ കിട്ടിയപ്പോ അതിൽ നായികയായിട്ടല്ലേ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് അതിലേക്ക് ആയിപ്പോയതാണ്. ശരിക്കും സീരിയലിലേക്ക് ചേച്ചി വന്നതല്ല, ഒരാള് കൊണ്ടുവന്നതാന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതാരാ? കാലടി ഓമന ചേച്ചി. അതെ, ഓമന ചേച്ചിയായിരുന്നു കൊണ്ടുവന്നത്. എന്റെ ഫോട്ടോ ഒക്കെ TS അജി സാറിന് കൊടുത്തിട്ട് വിളിപ്പിച്ചതാണ് എന്നെ. അപ്പൊ ചേച്ചിയായിട്ട് ഇതിനു മുന്നേ, സീരിയലിൽ വരുന്നതിന് മുന്നേ ഉള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഞങ്ങള് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ കുറേ പടങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ കാലിക്കറ്റ് മഹാറാണി ഹോട്ടലിൽ ഞങ്ങൾ എല്ലാവരും, തസ്നി ഉണ്ട്, ഞാനുണ്ട്, ബൈജു ഉണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ നമുക്ക് കുറേ സമയം കിട്ടുമല്ലോ, ഒരു മാസങ്ങളോളം നമ്മളിങ്ങനെ അവിടെ കിടക്കണ റൂമില്. ഇടയ്ക്കിടയ്ക്കിടയ്ക്കല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഈ ബാക്കി ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു റൂമിൽ ഇങ്ങനെ ഇതുപോലെ അമ്മമാരുടെ, ഫിലോമിന ചേച്ചിയുടെ റൂം, ഈ എന്താണ് ചേച്ചിയുടെ, ഇങ്ങനെയൊക്കെ റൂമുകളിൽ പോയിട്ട് ഇങ്ങനെ കൂടും. എല്ലാവരും കൂടി കഥ പറഞ്ഞിരിക്കുക, ചീട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ലിഷർ ടൈം. ഞങ്ങൾ നല്ല സിനിമയ്ക്ക് പോകും എല്ലാവരും കൂടെ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചി എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചിക്ക്. അപ്പൊ ചേച്ചി പറഞ്ഞു നല്ല മോളാണ്, അങ്ങനെ ഇതില് മോളുടെ ഫോട്ടോസ് ഇതാന്ന് പറഞ്ഞ എന്നെ ചേച്ചി അങ്ങനെ
ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എൻ്റെ അമ്മച്ചിയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ഓമന ചേച്ചിയൊക്കെ. ആ. ഭയങ്കര അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പോഴും ചേച്ചിക്ക് അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ ചേച്ചിക്ക് അറിയാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചു. എല്ലാത്തിനും ഞാനും ചേച്ചിയോട് പറയും എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും വളരെ നല്ല ഒരു ഇതിലാണ് ചേച്ചിയുടെ അടുത്തുള്ളത്. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നന്നായിരിക്കട്ടെ, പടം ഇതിരിക്കട്ടെ വന്ന ഇങ്ങനെ അമ്മച്ചിയുടെ ലില്ലിയുടെ കാര്യക്കാര്യം അപ്പോഴും ഇങ്ങനെ കരഞ്ഞു കേട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ഇപ്പൊ ചേച്ചി പറയുമ്പോ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോ ചേച്ചിക്ക് എല്ലാത്തിലും ഒരു ഇമോഷൻ ഉണ്ട്. അത് എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞു എനിക്ക് പൊക്കം കുറവാണ്, അതുപോലെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കളർ കുറവാണ്. അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി ഒരു ഒരു സാധനം ചേച്ചിയുടെ ഉള്ളിൽ വരാൻ എന്തെങ്കിലും അങ്ങനെ ഇതിനു മുന്നേ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ അനുഭവം ഹൈറ്റ് കുറവായ കാരണം എനിക്കൊരു വലിയൊരു പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണോ? വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയിലെ വലിയ ഹൈറ്റിന്റെ ഇതിലോ? ഹൈറ്റ് എനിക്ക് ഹീറോ ഭയങ്കര ഹൈറ്റ് ഉള്ള ആളായിരുന്നു. ഓ. അപ്പൊ എനിക്കത് ഭയങ്കര നോട്ടം, ഭയങ്കര നല്ലൊരു പാട്ടും, അത് മൊത്തം പറയുന്നില്ല. ഉം. അങ്ങനെ ഒരു എൻ്റെ ഹൈറ്റ് എന്നെ ഫിക്സ് ചെയ്തതാ. ഞാൻ ഫിക്സ് ചെയ്തിട്ട് ഞാനും അമ്മയും കൂടെ ഹോട്ടലിൽ താമസിക്കുക, പക്ഷെ എന്നെ വിളിക്കണില്ല. അല്ല, ഫിക്സ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഹൈറ്റ് അത് പക്ഷെ അവര് അതിനുശേഷം വേറെ ആരൊക്കെയോ ഇടവിട്ടത്, വേറൊരു ഓ. ആക്ട്രസിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരഭിനയിച്ചു തുടങ്ങിയിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. 2 ദിവസമായി 3 ദിവസമായി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ, എന്നെ വിളിക്കണമില്ല. നിങ്ങൾ തുടക്കമല്ലേ, നമുക്ക് ആ. പേടിയും. ഞാനും അമ്മച്ചിയും കൂടി ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ നമ്മളെ വിളിക്കത്ത. അപ്പോൾ കൺട്രോളർ ചേട്ടനോട് ചോദിക്കുമ്പോൾ വിളിച്ച് ചോദിക്കും, പറഞ്ഞേ ആ മോളെ വിളിക്കും വിളിക്കും. അവർ പറയണമില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എന്തോ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്, സോറി മോള് വിഷമിക്കണ്ട, മോള് രക്ഷപ്പെടും, പേടിക്കണ്ട, ഇപ്പൊ പൊയ്ക്കോന്നും പറഞ്ഞ് എനിക്ക് ടീയും തന്ന് വിട്ടു എന്നെ. അങ്ങനെ അങ്ങനെ എനിക്കിപ്പോ മനസ്സിലാവുന്നു ചേച്ചിക്ക് എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഇത്രയും ആൾക്കാര് നെഞ്ചിലേക്ക് കയറ്റിയപ്പോ ആ സമയത്ത് ഇമോഷണൽ ആയി പോയെന്ന്. കാരണം ഇത്രയും റിജക്ഷൻസും അല്ലെങ്കിൽ അത്രയും ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് അൺലക്കി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ ചേച്ചിക്ക് ഇത്ര സന്തോഷം എന്നുള്ളത് സത്യം. എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് വിചാരിക്കും എന്തിനാ കരയുന്ന, എന്തിനാ എന്തായിരിക്കും, പക്ഷെ അത് നമ്മൾ കുറെ റിജക്ഷൻസ് നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ട് ഒരു വിജയം ഉണ്ടാവുമ്പോൾ അത് സന്തോഷം കൊണ്ടാണ് അല്ലെ? സന്തോഷമാണ്. സന്തോഷം എൻ്റെ കൊണ്ട് മനസ്സ് നിറയെ സന്തോഷം, അതിൽ വരുന്ന ഫീലിങ്സ് ആണ് എനിക്ക് ഭയങ്കര. മനസ്സ് നിറഞ്ഞിട്ടുള്ളല്ലേ, കുറെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാവരോടും, എല്ലാത്തിനോടും നന്ദി. എല്ലാം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണങ്ങട് നിറഞ്ഞു പോണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബീന ആന്റണിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ചേച്ചിയുടെ ഒരു ഫോട്ടോ വന്നു. ചേച്ചി എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ നോക്കാറില്ല. നോക്കിയിട്ടില്ല. ഇല്ല. വിക്കിപീഡിയയിൽ ആദ്യം തന്നെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് അതേത് സീരിയലാന്ന് ഓർക്കുന്നുണ്ടോ? വില്ലത്തിയായിട്ട് ചെയ്ത ഒരു ഭയങ്കര ഹിറ്റ് ഒരു സീരിയല്. സുധർമ്മയോ? ആ, ആ, മറ്റേ അതിലെ ഒരു അമല. അമല. അമല ഓ, എന്ന അതില് ക്യാരക്ടർ. ജോയ്സി സാർ എന്നെ അതെങ്ങനെ കാരണം എനിക്ക് എന്താണ് ഏറ്റവും തപസ്യ തന്ന, പിന്നെ എത്രയോ ഹിറ്റ് തന്ന ജോയ്സി സാറാണ് എന്നെ ഈ സുധർമ്മയിലേക്ക് സെലക്ട് ചെയ്തത്. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് റോളായിരുന്നു കേട്ടോ. ആ കഥയുടെ ഭയങ്കര നട്ടല്ലായിരുന്നു. ആയിരുന്നു. ലളിത ചേച്ചി പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ചേച്ചി ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു ആ സീരിയലിന്. എന്നിട്ട് ഒരു ഫംഗ്ഷൻ എനിക്ക് കണ്ടപ്പോ ചേച്ചി പറഞ്ഞു, എന്ത് രസമായിട്ടാണ് നീ ആ കഥ KPSC പറഞ്ഞത്. ലളിത ചേച്ചി. ചേച്ചി ആ. ഇതൊരു ഭംഗിയായിട്ടാണ് നീ ആ ആ, കഥാപാത്രം ആ. ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറയാം. ചാരുലത ചെയ്തോണ്ടിരിക്കുമ്പോ ശ്രീലത നമ്പൂതിരി ഉം. എൻ്റെ കട്ട ഫാനായിട്ട് ചേച്ചി എന്നെ വിളിക്കുന്നത്. എങ്ങനെയോ ആ അന്ന് ചേച്ചി എന്താണ് ഇൻഡസ്ട്രിയിലില്ല. ഓ. ആ ചേച്ചി കല്യാണം കഴിച്ച് ഡോക്ടറൊക്കെ ഇട്ട് മോളൊക്കെ ഇട്ട് അവിടെ ചേച്ചി ഇന്നാളൊരു ഇതിൽ പറഞ്ഞിരുന്നല്ലോ, ചേച്ചി എന്റെ ഭയങ്കര ആരാധികയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ. ആ. ചേച്ചി പറഞ്ഞു, അയ്യോ എനിക്ക് ബീനെ എന്ത് ഇഷ്ടമായിരുന്നു ചാരുലതയില്. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് എന്റെ നമ്പർ തന്നെ ഒരു ദിവസം വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അയ്യോ ചേച്ചി എന്നെ വിളിക്കും ശ്രീലത നമുക്ക് കണ്ട് ബാസിച്ചേട്ടന്റെ കൂടെയുള്ള ആ കോമ്പിനേഷൻ എത്ര കണ്ടേക്കാണ്. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. എന്നിട്ട് ചേച്ചി എന്റെ കല്യാണത്തിന് വന്നു, എന്നെ വിളിച്ച് കല്യാണം ക്ഷണിച്ചപ്പോ എനിക്കൊരു കമ്മലൊക്കെ ഗിഫ്റ്റും കൊണ്ട് വന്നില്ലായിരുന്നു. ചേച്ചിയും സാറും കുഞ്ഞും കൂടെ പിന്നെ എന്റെ കല്യാണത്തിനൊക്കെ വന്നു. ചേച്ചി ഇപ്പോഴും പറയും, ഞാനന്ന് വീണയെ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ അടുത്ത എന്തോ ഒരു സംഭവം ഞങ്ങൾ സംസാരിച്ചപ്പോ ചേച്ചി പറഞ്ഞു അത് ഫ്ലവേഴ്സിലാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ അങ്ങനെ സീരിയലിലെ പിന്നെ സമയത്ത് ഭയങ്കര അമല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് അതാ ഞാൻ സെർച്ച് ചെയ്യുമ്പോ ആദ്യം വരുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ ബീന ആന്റണി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ആദ്യമായിട്ട് ഞാൻ നെഗറ്റീവ് ചെയ്യുന്ന അവിടെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ആ ബാലനിലെ ആ പയ്യനെ ഇന്റർവ്യൂ ചെയ്തു. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു ആ പടത്തിലെ എല്ലാരും ഈ പറയണ പോലെ വന്നവരെല്ലാം പുതുമുഖമാണ്. ചേച്ചിയാണ് അതിൽ സീനിയർ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചേച്ചി ഇൻസിഡന്റിൽ പറഞ്ഞു വിളിച്ചു നിർത്തി ചോദിച്ചു എന്ന്. അപ്പൊ ചേച്ചി എപ്പോഴും ഇത്ര ബോൾഡ് ആയിരുന്നോ?
ഞാൻ അത്ര അങ്ങോട്ട് പാവം അങ്ങനെയൊന്നുമില്ല. ഉം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊരു നമ്മുടെ ജീവിതവുമായിട്ട് അതെ അതെ ബന്ധപ്പെട്ട് അതെ നിൽക്കുന്ന നിൽക്കുന്ന കാര്യമല്ലേ. കാര്യം എന്റെ ലൈഫ് തൊലയ്ക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് ആ ബോൾനെസ് വന്നതപ്പോ. വരും. പിന്നെ അവിടെയൊക്കെ നമ്മള് അല്ലാതെ മോള് പോയിട്ട് അതെ പാവമായിട്ട് കരഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അയ്യോ അവരെന്നെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ധൈര്യം വന്നു. എന്റെ അമ്മ ഭയങ്കര ഷൗട്ട് ചെയ്ത് ഭയങ്കര അവരെന്തൊക്കെയാ പറഞ്ഞത്. എന്റെ അമ്മയൊന്നും അങ്ങനെ സംസാരിച്ച കണ്ടിട്ടേ കണ്ടിട്ടേ ഇല്ല. ഇല്ല. എന്റെ അമ്മയൊക്കെ എവിടെയെങ്കിലും ഒതുങ്ങി ഇങ്ങനെ പാവം പോലെ ഇങ്ങനെ ആരോടും പക്ഷെ അന്ന് അമ്മ ഭയങ്കര പൊട്ടിത്തെറിച്ച് അവരോട് എന്ന് വെച്ചാൽ നമുക്കിത് കൺമുന്നിൽ നടന്ന സംഭവമല്ലേ. ഉം. എനിക്ക് സാരിയാണ്. ആ ഉം. എനിക്കപ്പ അതൊക്കെ എനിക്ക് നമുക്ക് പ്രതികരിച്ചേ പറ്റൂ അതില്. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചേച്ചിക്ക് ഇങ്ങനെ പേര് റിലേറ്റഡ് ഒന്നും അല്ലാതെ എന്തെങ്കിലും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് മോശം അനുഭവം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇല്ല. ഇല്ല. എന്നെ അങ്ങനെ ഒരു സത്യം പറഞ്ഞ ഒരു ഒരു നമ്മളെ മോശമാക്കുന്ന അല്ലെങ്കിൽ എന്നെ ടെൻഷൻ ആക്കുന്ന രീതിയിലൊന്നും സത്യം ഒന്നും അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്റെ കൂടെ എന്റെ അമ്മ എപ്പോഴും ഉണ്ട്. ആ. പിന്നെ ഒരു അങ്ങനത്തെ ഒരു ഇതിലേക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ വേറെ നശിച്ചു പോയേനായിരുന്നു സത്യം പറഞ്ഞ. എനിക്ക് അങ്ങനത്തെ ഒരു എവിടെയും സിനിമയിലും വന്നിട്ടില്ല, സീരിയലിലും ഉം. രണ്ട് സ്ഥലത്തും എനിക്ക് തരേണ്ട റെസ്പെക്റ്റും എനിക്ക് തരേണ്ട ഒരു സ്പേസും ഇതൊരു കംഫർട്ട്സ് ഇതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉം. ഒരു അങ്ങനത്തെ ഒരു ടെൻഷൻ ഒരു രീതിയിലേക്ക് ഉം. എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ബാലന്റെ സെറ്റില് ചേച്ചിയാണല്ലോ ഈ പറഞ്ഞ പോലെ സീനിയർ അഭിനയിച്ച് അത്രയും സിനിമകളും സീരിയലും ചെയ്ത്. കാരണം ഈ പറഞ്ഞ പുതുനടിയാണ് ഫർസാന എന്ന് അതെ. പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം ബാലനായിട്ട് അഭിനയിച്ച രണ്ടുപേരും രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കുഞ്ഞുങ്ങളൊക്കെ ഒറ്റ ഇപ്പൊ വന്നേ ഉള്ളൂ. അതെ അപ്പൊ അവനെ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ചെയ്തപ്പോ അവൻ പറഞ്ഞു ഞാൻ ഷോർട്ട് ഫിലിമിലൊക്കെ അതെ ചെയ്തിട്ടുള്ളൂ, അവൻ ആദ്യമായിട്ടാണ്. ചേച്ചിയാണ് സീനിയർ. അപ്പൊ സെറ്റില് കുറച്ച് നോക്കിയാ ഞാനാണ് സീനിയർ. സീനിയർ എനിക്കൊരു ഉള്ളത്. ജീനും ഒക്കെ പുതിയ കുട്ടികളല്ലേ. പിന്നെ ഗണപതിയാണ് കുറച്ചും ഗണപതി കൂടെ അതെ അതെ അതെ. അപ്പൊ അഭിനയിച്ചേക്കുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാലും അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ തന്നെയായിരിക്കും സീനിയർ. ആ ഒരു റെസ്പെക്ട് എങ്ങനെയായിരുന്നു സെറ്റില്? പറയാനുണ്ടോ. എന്താ നമ്മളിങ്ങനെ അത്ര കരുതലോടെ അത്ര സ്നേഹത്തോടെ. ഉം. പിന്നെ അതൊരു വേറെ വൈബ്. ഞാനൊക്കെ അങ്ങോട്ട് ചെറിയ മനസ്സായി പോയി അവിടെ അതാണ്. കുട്ടിക്കളികളും. ആ. ഞങ്ങളൊക്കെ അവിടെ ഫ്രീ ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങളുടെ അവിടെ വാട്ടർഫോൾസ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വയനാട്ടിൽ ഉം. ഞങ്ങൾ ക്ലൗ എന്ന് പറഞ്ഞ ഒരു ഉം. റിസോർട്ടിലായിരുന്നു. ആ. അപ്പൊ ഒരു ഷൂട്ടില്ലാത്ത ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ആ വാട്ടർഫോൾസിലൊക്കെ ഞാൻ ചെല്ലുമ്പോൾ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ജീനുണ്ട്, ചിദംബരം ഉണ്ട്, ഗണപതി ഉണ്ടായിരുന്നില്ല. ബാക്കി നമ്മുടെ അസിസ്റ്റന്റ് പിള്ളേരെല്ലാവരും ഫർസും ഉണ്ട്. ആ. ഞാനും പോയി. ഞങ്ങളൊക്കെ ആ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. പിന്നെ ആ. അത് രസമായിരുന്നു അത്. അതാ പറഞ്ഞ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങോട്ടേ കുട്ടി അവരുടെ ആ ഒരു കൂടെ നമ്മുടെ അതെ. വൈബിൽ അങ്ങോട്ട് ചെയ്തു. പുതിയ പിള്ളേരാണല്ലോ. അതാണ് ആ സെറ്റ് വേറെ ഭയങ്കര രസമായിരിക്കും അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ആ കൊതിയൊന്നും കഴിഞ്ഞില്ല. കുറച്ച് എനിക്ക് അവരുമായിട്ട് മിങ്കിൾ ചേർന്ന്. ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പൊ അതൊരു ശരിക്കും ഭയങ്കര ഒരു സങ്കടമായി പോയി. കുറച്ച് ദിവസമല്ലേ. ഉം. അപ്പൊ കൊറേ അതൊരു ഞാൻ ഓർത്തു, ഈശ്വരാ ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്ത പടമാണത്. ഉം. ഉം. എനിക്കപ്പോ കുറച്ച് ദിവസമല്ലേ ഉം. എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്ര ഇതേ എനിക്ക് ആ ഒരു ഇതൊക്കെ കിട്ടിയുള്ളൂ വൈബൊക്കെ. അതൊരു വിഷമമുണ്ട്. ഇനി കിട്ടും. ഇനി എന്തായാലും ഈ ഒരു ക്യാരക്ടറിന് ശേഷം ഇഷ്ടം പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പുതിയ പിള്ളേരുള്ള സിനിമകളാണല്ലോ കൂടുതലും വരുന്നു, ഹിറ്റുകളാവുന്നു. മലയാള അതെ അതെ. സിനിമകളെല്ലാം ഇപ്പൊ ഇറങ്ങുന്ന സിനിമയ്ക്കൊന്നും ഇപ്പൊ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇല്ല. അതിന്റെ ഏറ്റവും നമ്മൾ പറയൂലേ അത് ഭയങ്കര സ്റ്റാർസ് വേണമെന്നോ അല്ലെങ്കിൽ മറ്റോ ഒന്നുമില്ല. കഥയാണ് മെയിന്. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് അതെ അത് എങ്ങനെ എടുക്കുന്നു അതെ അതിലൊക്കെയാണ് ഇപ്പൊ കാര്യം ഇരിക്കുന്നത് അതെ അല്ലേ. ഇപ്പൊ നമ്മൾ തെളിയിക്കുന്ന അങ്ങനെയൊക്കെയല്ലേ. അതെ. വാഴ 2 ഫുൾ പുതുമുഖങ്ങളാണ്. ആഴാട്ടൂലൊക്കെ എന്താണ് അപ്പൊ പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ സിനിമയുടെ ഒരു കാലഘട്ടം. എല്ലാം ഹിറ്റുകളാ. മലയാള സിനിമയുടെ ഒരു റേഞ്ചേ അതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ. പക്ഷെ അതിലേക്കൊരു വെളിയിലൊക്കെ തമിഴിലൊക്കെ അവരൊക്കെ പറയണുണ്ടല്ലേ. ഉം, മലയാളത്തെ പറ്റി പറയുമ്പോ അവർക്ക് ഭയങ്കര ഇതുപോലെ അഭിപ്രായം. ഭയങ്കര അതെ അതെ ഇതാണ്. അതെ അതെ. മലയാളത്തിൽ എന്താ ഹിറ്റുകൾ വരണേന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ടൊക്കെ നമ്മുടെ മലയാള സിനിമയെ ഭയങ്കര മോശമായിട്ടാ പണ്ടൊക്കെ പറഞ്ഞിട്ടത്. ഓ. വൃത്തികെട്ട പടങ്ങളാണെന്ന് അങ്ങനെയൊക്കെ പറയുമായിരുന്നു പണ്ട്. അത് എല്ലാം പക്ഷെ ഇപ്പോഴത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാനോളം അതെ. വീഴ്ത്തിയാണ് പുകഴ്ത്തിയാണ് പറഞ്ഞത്. പറയുന്നത്. അതിലേക്ക് എനിക്ക് തോന്നുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ഇപ്പൊ ലോകയാണ്. ഇപ്പൊ അടുത്ത് ലാസ്റ്റ് എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞ ഒരു പടം. അത് അതിനുശേഷം ഞാൻ ഇത്ര അഭിപ്രായം കേട്ടത്. അതിന് ഒത്തിരി പടങ്ങൾ വന്നു. പക്ഷെ ആ ഒരു നമ്മൾ പറയില്ലേ ഒരു പെക്യൂലിയർ ക്ലാസിക് സ്റ്റോ. പ്രിയദർശൻ സാർ പറഞ്ഞ കേട്ടില്ലേ. അതാണ് ഈ അടുത്ത 2 വർഷത്തിനുള്ളിൽ കണ്ട ഏറ്റവും നല്ല സിനിമ. ക്ലാസിക് ആണ്. അതാണ് അതൊക്കെ നമുക്കിങ്ങനെ എന്താ പറയാ ഫ്രെയിം ഇട്ട് വെക്കണം. അതാണ് നമ്മളെ. അത്ര അതുകൊണ്ടാണ് ഞാൻ വാക്കുകള് പറഞ്ഞത് ലോകം ഭയങ്കര പെക്യൂലിയർ ഒരു ഇതല്ലേ. പിന്നെ സ്റ്റോറിയാണ്. പിന്നെ പിന്നെ അതിനുശേഷം നമ്മള് പറയുമ്പോ ബാലൻ ആണ്. ബാലൻ അത് എല്ലാരും കണ്ണുകൂട്ടി പറയും. കണ്ട അവരുടെ ഞങ്ങളിപ്പോ തിയേറ്ററിൽ വിസിറ്റിന് പോകുമ്പോഴേ ഞങ്ങള് പടം കഴിഞ്ഞ അപ്പൊ തന്നെ ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നമ്മത്തെ ആ ക്ലൈമാക്സ് കഴിഞ്ഞേ ഒന്ന് നമ്മൾ കുറച്ചു നേരം ഇമോഷണൽ. ഹോണ്ട് ചെയ്യും നമ്മളെ. ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഫീലാണ് എല്ലാരും. ഇങ്ങനെ അവരെല്ലാരും സ്റ്റക്കായിട്ട് ഇരിക്കുക.
അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. പിന്നെ ഞങ്ങൾ ചോദിക്കും, എല്ലാവർക്കും സന്തോഷം. ഇഷ്ടപ്പെട്ട് അപ്പോഴാണ് ഇങ്ങനെ കൈയടികൾ. കൈയടിക്കുന്നത്. ഞങ്ങൾ അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഞങ്ങൾ മനസ്സിലാവുന്നില്ല കുറെ പേർക്കൊന്നും. ആ അയ്യോ നിങ്ങളായിരുന്നോ, ഓരോരുത്തർ എഴുന്നിട്ട് അയ്യോ അവരായിരുന്നോ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ കുറെ നേരം പാടുവിട്ടു ആ കുട്ടിക്ക് ഞങ്ങളാണെന്ന് മനസ്സിലാക്കാൻ. മനസ്സിലാവാൻ വേണ്ടിട്ട്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഇഷ്ടം, അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അപ്പൊ അത് വലിയൊരു ഇതല്ലേ, പടം ഒരാൾ പോലും കണ്ടിട്ട് അയ്യോ അങ്ങനെ പറയാൻ അങ്ങനെ പറ്റില്ല. ഒരു ഇതേ വേറെ ഇല്ല. തലത്തിലുള്ളൊരു മൂവി. അപ്പൊ നമ്മള് മൗനരാഗം സീരിയലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ പോലെ ആ സീരിയലിൽ വന്നു, അഭിനയിച്ചു, ഒത്തിരി സീരിയലുകൾ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ആ സീരിയലിൽ ആദ്യം ചേച്ചീനെ അല്ല കാസ്റ്റ് ചെയ്തിരുന്നത്, ആ റോളില് വേറെ ഒരാളായിരുന്നു. ആളായിരുന്നു. പക്ഷെ എനിക്കറിയാം അത്രയും വലിയൊരു ചാനല് ബീന ആന്റണീനെ വിളിക്കുന്ന സമയത്ത് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും. അത് റീപ്ലേസ് ചെയ്താലും ചേച്ചിക്ക് ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു, അത് ചെയ്താൽ ശരിയാവോ? അല്ല, ഞാൻ എന്നെ വിളിച്ചപ്പോ പ്രത്യേകം ചോദിച്ചു അതെന്തോന്ന്. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി അത് ആ ക്യാരക്ടർ കുറച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരേണ്ട ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് അങ്ങനെ ഒരു നല്ലൊരു ഇതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചപ്പോ ചാനലിന്റെ തീരുമാനമാണത്, എന്തായാലും മാറ്റിയിട്ട് കുറച്ചും കൂടി ഒത്തിരി കൂടി ഒരു വേറൊരു ആർട്ടിസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ. പിന്നെ ഞാൻ അന്ന് ആ സമയത്ത് എൻ്റെ സിസ്റ്ററുടെ മോൻ മരിച്ചിട്ടൊക്കെ ഒരു വല്ലാത്തൊരു ഇതിൽ ഇരിക്കുകയായിരുന്നു ആക്ച്വലി. അപ്പം ഇത് ചെയ്യണോ വേണ്ട, മാനസികമായിട്ടൊക്കെ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ അപ്പം എനിക്ക് കുറച്ചൊരു ഞാൻ മനസ്സൊന്ന് മാറട്ടെ, കാരണം എനിക്ക് ഭയങ്കര വീട്ടിലിരിക്കുമ്പോൾ മോനെ ഇങ്ങനെ അപ്പോൾ ഭയങ്കരമായിട്ട്, അപ്പം അത്രയും ദിവസം ഒന്ന് മാറി നിൽക്കുമ്പോഴേ നമുക്ക് റിലാക്സേഷൻ ആണല്ലോ അത്, വർക്കൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ പെട്ടെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തതാണ്. ചേച്ചിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതൊരു കണ്ടിന്യൂഷനിൽ ഓഡിയൻസ് ജഡ്ജ് ചെയ്യോ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും മറ്റേ നെഗറ്റീവ് ഇപ്പൊ ഞാൻ പിന്നെ പറയുന്നത്, ഇപ്പൊ കുറേ അത് തന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് മുന്നേ കസ്തൂരിമാൻ നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, സുധർമ്മ നെഗറ്റീവ്, അങ്ങനെ കണ്ടിന്യൂസ്. അതിന്റെ ഇടയ്ക്ക് ആത്മസഖി മാത്രമായിരുന്നു കുറച്ച് ഞാനും മനു നല്ലൊരു പോസിറ്റീവ് വന്നത്. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ബോറടിക്കുന്നു. എന്ന് വെച്ചാൽ സീരിയൽ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ 1700 എപ്പിസോഡ് ചെയ്യുമ്പോഴേക്കും നമ്മളിങ്ങനെ അങ്ങോട്ട് അത് തന്നെ ചെയ്ത് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഒരു വേറൊരു ടൈപ്പ് ക്യാരക്ടർ ആവട്ടെ, ഇനി നെഗറ്റീവ് വേണ്ട, അത് തന്നെ വില്ലത്തി കുറെ വിളിച്ചു. പിന്നെ ഈ കേരളത്തിൽ നിന്ന് മറ്റേത് മറിച്ച് ഇതേ മിനിയാന്ന് വരെ വിളിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ വേണ്ട, ഞാൻ പറയില്ല പറ്റൂല, ഞാൻ ഇനി ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, ഇത്തിരി കഴിയട്ടെ, ഞാനിപ്പോ ഒരു പടം ചെയ്തല്ലോ, ഇനിയിപ്പോ കുറച്ച് പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെ നെഗറ്റീവ്. ഞാൻ പറഞ്ഞു സിനിമയിലെ നെഗറ്റീവ് ഡിഫറെന്റ് ആണ്, അത് നമ്മുടെ സീരിയലുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് പിന്നെ ആ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തീർന്നു. ഇങ്ങനെ വർഷങ്ങളോളം 17 വർഷം ഞാനത് കയറ്റി തലയിൽ വെച്ച് കിടക്കട്ടായി. മറ്റേത് നമുക്ക് എല്ലാ മാസവും ചെന്ന് 10 ദിവസം 5 ദിവസം ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണ്ട, അപ്പോഴാണ് നമുക്കൊരു ഇത് വരുന്നത്. സിനിമയില് ഒരു വിഷയമേ അല്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇപ്പൊ കുടുംബവിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയല് ഒക്കെ, അങ്ങനത്തെ കുറെ സീരിയൽസ് വരുന്നുണ്ടെങ്കിലും കുറെ വർഷങ്ങളായിട്ട് ഈ സീരിയൽസ് ചെയ്യുന്നത് കൊണ്ട് മലയാളികളുടെ ഉള്ളിൽ ഒരു കുടുംബവിളക്കായിട്ട് ചേച്ചി ഇങ്ങനെ നിൽക്കും. അത് നെഗറ്റീവ് ഒന്നുമില്ല, എന്താ അതൊരു അപ്രിസിയേഷൻ ആണ്. ഈ ചിരി വരണ്ട എനിക്ക്. കുടുംബവിളക്ക് ഞാൻ അതെന്താ അല്ല, ഞാൻ ആലോചിക്കുന്നത് അല്ല, ഒരു കാര്യം സത്യമാണ്, ഇത്രയും വർഷങ്ങള് നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു സ്ഥാനമുണ്ട്. അത് ഉറപ്പായിട്ടും ഞാൻ എനിക്ക് നല്ലൊരു അതെ അവരുടെ ഫാമിലിയിൽ ഒരാളായിട്ട് തന്നെ, വിളക്കല്ലെങ്കിൽ കൂടെ അവിടുത്തെ ഒരാളായിട്ട് എന്നെ കാണുന്നുണ്ട്, അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. ഇത്രയും വർഷമൊക്കെ ഞാൻ ഇപ്പോഴും സജീവമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാല് പ്രേക്ഷകരുടെ സ്നേഹമാണ്. അതില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. എന്നെ ഒരു ക്യാരക്ടർ പറയുമ്പോഴും ഒരു ചാനലോ അല്ലെങ്കിൽ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല എന്നൊരു ടച്ചോട് എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ അത് പ്രേക്ഷകരുടെ സ്നേഹം കൊണ്ടല്ലേ ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് അവരുടെ വീട്ടിലൊരു അംഗം തന്നെയാണ് ഈ വിളക്ക് എന്ന് പറയാൻ കാരണം അതൊരു കാരണമുണ്ട്. ചേച്ചി ചെയ്ത നെഗറ്റീവ് ആണെങ്കിലും ചേച്ചിനോട് ദേഷ്യം തോന്നുന്നത് ചേച്ചി അത്ര നന്നായിട്ട് അഭിനയിച്ചതുകൊണ്ടാ. ക്യാരക്ടറിനോടുള്ള ദേഷ്യമാണ് നമുക്ക് ചേച്ചിനോട്, അതാ ചേച്ചിനോട് എപ്പോഴും സ്നേഹം മാത്രം. അതുപോലെ തന്നെ ചേച്ചി ഈ സീരിയലിൽ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു എന്ന് പറയാൻ കാരണം, പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്തും ചേച്ചി സീരിയലിൽ ആ സീരിയലിലും പ്രഗ്നന്റ് ആയിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ കൺസീവ് ആയിട്ടിരിക്കുമ്പോ തുടക്കം ഓമനത്തിങ്കൾ പക്ഷിയിൽ, അവിടെയാണ് ഞാൻ കൺസീവ് ആവണത്. വിദ്യാമ്മയുണ്ട്,
അന്നായിരുന്നു എനിക്ക് ശരിക്കുള്ള ഒരു കെയറിങ് അവിടെ. വിദ്യാമ്മ എന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഫുഡ് റെഡിയാക്കി കൊണ്ടുവരും. അപ്പോൾ എന്നോട് ചോദിക്കുന്നു, നിനക്ക് എന്താ പുളിയെല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറയാം. അപ്പൊ അവർക്ക് ഈ തമിഴ് സ്റ്റൈലില് പല പല സാധനം പുളി ഇങ്ങനെ പുളി വെച്ചിട്ട് തക്കാളി ഇട്ട് ചോറുണ്ടാക്കും, വേറെ പുളിഞ്ഞിട്ടൊക്കെ, പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഡിഫറെന്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടൊക്കെ മെഴുക്കുവരട്ടികളൊക്കെ കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കൊണ്ടുവരാം. ഭയങ്കര ഇത്ര വലിയൊരു കാരിയറാ കൊണ്ടുവരാം വിദ്യാമ്മയുടെ വീട്ടിൽ നിന്ന്. സ്പെഷ്യൽ കുക്ക് ഉണ്ടേ. അപ്പൊ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവരും. ഭയങ്കര ഭയങ്കര കെയറിങ് ആയിരുന്നു തന്നെ. എന്നിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മാറണം, വയറ് അറിഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് അപ്പോഴും വിദ്യാമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയി അവിടെ. ഞങ്ങൾക്ക് എന്നെ സ്റ്റെപ്പ് കയറാം. വലിയൊരു വീട്ടിലാണ് അമ്പലത്ര വീട് എന്ന് പറഞ്ഞാൽ. ഭയങ്കര അതിന് ലിഫ്റ്റും ഉണ്ട് ആ വീട്ടില്. എന്നെ സ്റ്റെപ്പ് കയറാൻ സമ്മതിക്കില്ല. വിദ്യാമ്മയും ഞാനും ലിഫ്റ്റിലേ പോവുള്ളൂ. എന്നോട് പറയും, അവരോട് ഏൽപ്പിക്കും, അവളോട് സ്റ്റെപ്പ് കാരണം കൺസീവ് ആയിട്ടിരിക്കണല്ലേ, അപ്പോൾ അത് സ്ട്രെയിൻ ആവും, എന്താണ് ഞാനില്ലെങ്കിലും അവള് വിളിക്കരുത്, അവളെ ലിഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പാടുന്നു പറയും. ചേച്ചി വിദ്യാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലിഫ്റ്റ് ഓൺ ചെയ്യുക. ബാക്കി എല്ലാവരും സ്റ്റെപ്പ് കടന്നു പോകണം. അപ്പൊ എനിക്കും കൂടി പറഞ്ഞു വെക്കും വിദ്യാമ്മ. അയ്യോ. പിന്നെ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു ചെന്നൈയിൽ പോയിട്ട്. എന്നെ വിളിച്ച് അന്വേഷിക്കും എങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് മരിക്കുന്നത്. എനിക്ക് മോനെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു വിദ്യാമ്മ. എനിക്കത് കാണിക്കാൻ ഭയങ്കര എന്നെ എന്തോ വിദ്യാമ്മ പ്രസവിച്ചിട്ടില്ലല്ലോ. വിദ്യാമ്മയ്ക്ക് ഞാൻ കൺസീവ് ആയിട്ടിരിക്കുമ്പോൾ എന്നെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ എന്നെ അടുത്ത് ഇങ്ങനെ അന്വേഷിക്കുന്നു. പിന്നെ എന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ച് ചോദിക്കും വിശേഷങ്ങളും ഇതൊക്കെ സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെ. അത്ര ഒരു കെയറിങ് ആയിരുന്നു അതില്. അതിനുശേഷം ഞാനപ്പോ എന്നിട്ട് എന്റെ പകരമാണ് അഞ്ജു അരവിന്ദാണെന്ന് തോന്നുന്നു എന്റെ ക്യാരക്ടർ ചെയ്തത് അതിൻ്റെ അകത്ത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യണതാണ് ഇത് മിന്നുകെട്ട്. പിന്നെ മിന്നുകെട്ടിലും ഇതിലൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇതിൽ പിന്നെ സാറിന് വേണ്ടാന്ന് പറഞ്ഞു സാറ്. പടച്ചിപ്പാത്തു വയറൊക്കെ ആവണവരെയും ഞാൻ അതിൻ്റെ ചെയ്തു. പിന്നെ എനിക്ക് പറ്റാതായി. അടി ഇടിയും ചവിട്ടൊക്കെ ഭയങ്കര ക്യാരക്ടറായിരുന്നു അത് കായംകുളം കൊച്ചുണ്ണിയില്. അതും പിന്നെ സാറ് പറഞ്ഞു വേറെ ആരും ചെയ്യിക്കണ്ട, വീണതിന് മരിക്കണ കൊച്ചുണ്ണി എന്നെ കൊല്ലുന്നതാക്കി ആ ക്യാരക്ടർ. അത്രയും വയ്യ. അതെ അങ്ങനെ ആക്കിയതാ സാർ പറഞ്ഞു, വേറെ ആരും പകരം വെക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് മിന്നുകെട്ട്. അതിൽ ഞാൻ കൺസീവ് ആയിട്ട് തന്നെ അഭിനയിച്ചു. ഡെലിവറി കഴിഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ജോയിൻ ചെയ്തു. മോനും അഭിനയിച്ചു. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? അതെനിക്ക് തോന്നുന്നു അങ്ങനെ ആർക്കും കിട്ടിയാ കാണാൻ ചാൻസ് ഇല്ല. സിനിമയിലും അതിലും പ്രഗ്നന്റ്, ഞാൻ ലൈഫിലും പ്രഗ്നന്റ്, കുഞ്ഞുമായിട്ട് തന്നെ വന്നു. കുഞ്ഞുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ സാധാരണ നമ്മളിങ്ങനെ പറയും സീരിയലിലൊക്കെ പ്രഗ്നന്റ് ആയ സാധാരണ പെണ്ണുങ്ങൾ 10 മാസം കൊണ്ട് പ്രസവിക്കും. സീരിയലിൽ കുറെ നാള് മറ്റേ പവിത്ര ബന്ധം എന്ന് പറഞ്ഞ സീരിയൽ ഞാൻ ആ സമയത്തൊക്കെ 3-4 സീരിയലൊക്കെ ചെയ്യണേ. പവിത്ര ബന്ധത്തില് 9 മാസം വരെ ഞാൻ വർക്ക് ചെയ്തു. 9th month ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8-9 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഡെലിവറി ചെയ്തു. അത്ര വരെ അഭിനയിച്ചു. കാരണം അത് ചെയ്തേ പറ്റൂ. കാരണം ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഇതൊരു എന്താണ് ഒരു ഇത് മാത്രമല്ല, പാഷൻ മാത്രമല്ല, എന്റെയൊക്കെ ഉപജീവന മാർഗമാണ് ഇത്. എനിക്ക് ഒരുപാട് ഡ്യൂട്ടീസും ഒരുപാട് ലയബിലിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് സിസേറിയനൊക്കെ ആയിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വർക്കിന് കയറി ജോയിൻ ചെയ്തു. അതാണ് നമ്മളെ ലൈഫ് എന്റെ അതായിരുന്നു. എനിക്ക് റെസ്റ്റ് എടുത്ത് വീട്ടില് ഇതൊക്കെ എടുത്തിരിക്കാനുള്ള ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലി എടുത്തേ പറ്റൂ എന്നുള്ള സാഹചര്യമായിരുന്നു എനിക്ക്. ഇത്രയും സിനിമകളും സീരിയലുകളൊക്കെ ചെയ്തതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ശോഭന മാം ആയിട്ട് മാത്രം ചേച്ചിക്ക് ഒരു കോമ്പിനേഷൻ വന്നിട്ടില്ല. അത് ചിന്തിച്ചിട്ടുണ്ട്? പക്ഷെ ഞങ്ങള് അമ്മ ഷോ തുടങ്ങിയപ്പോഴേ അന്ന് ശോഭന മാം ഉണ്ട് അവിടെ. അന്നാണ് ഞാൻ പുള്ളിക്കാരി അടുത്ത് ഇടപഴകണതും നേരിട്ട് കണ്ടതൊക്കെ. വർക്ക് എനിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയില്ല. ചേച്ചിയുടെ കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാവരുടെ കൂടെയും കിട്ടിയിട്ടുണ്ട്. രേവതി മാമിന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു സങ്കടമാണ്. എപ്പോഴെങ്കിലും ചോദിച്ചോ ശോഭന മാമിന്റെ അടുത്ത്? ഇല്ല. പിന്നെ ഞാൻ കണ്ടിട്ടില്ലേ, അങ്ങനെ കാണാൻ നമുക്ക് ചാൻസ് ഇല്ലല്ലോ. അന്നങ്ങനെ അവിടെ കുറെ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. റിഹേഴ്സല്, പിന്നെ ഷോസ്, ഇങ്ങനെ എല്ലായിടത്തും ഷോസിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കണം. നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അതൊരു വലിയ ദുഃഖമാണ്. കാരണം ഞാൻ ഭയങ്കര ഫാനാണ്. കൂടുതലും ഡാൻസിന്റെ ഡാൻസിന്റെ കട്ട ഫാനാണ് ഞാൻ. അപ്പൊ അങ്ങനെ അതൊരു മിസ്സിംഗ് ആണ് ശരിക്കും. പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റൂല. ഫ്യൂച്ചർ ചിലപ്പോ വിദ്യാമ്മ അല്ല ശോഭന മാം ഉള്ളതിൽ എനിക്കൊരു വേഷം വന്നാലും അതെ ശരിക്കും കൂടെ ആഗ്രഹിക്കാൻ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള്
പൊതുവേ പറയും സിനിമാക്കാരുടെയൊക്കെ കയ്യിൽ കുറെ പൈസ ഉണ്ടാവും, അവർക്ക് ഭയങ്കര സെലിബ്രിറ്റി ലൈഫാണ്. പക്ഷെ നിങ്ങളത് ഏൺ ചെയ്യുന്നത് ആ സെലിബ്രിറ്റി ലൈഫ്, അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ലൈഫില്ലേ? ഈ ഫിനാൻഷ്യൽ സൈഡാണ് ഞാൻ ചോദിക്കുന്നത്. ഉം. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും അല്ല, പക്ഷെ ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന വീട്ടിലെ ലൈബിലിറ്റീസ്, അത് ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ പേ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. ഉം. അപ്പോൾ എന്താ പറയുക, എന്നിലേക്ക് വന്ന് പെട്ടു അത്. ഞാൻ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം എൻ്റെ അമ്മയ്ക്ക് എന്നിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇത്. പിന്നെ ഇതെല്ലാം അവൾ ചെയ്തോളൂ. അപ്പോൾ എനിക്കതറിയാം എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. ഞാനെല്ലാം ഏറ്റെടുത്തു. പക്ഷെ പിന്നെ ഒരു ഓട്ടോ ആയിരുന്നു അതിന് വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് സെറ്റിൽ ചെയ്യിക്കുക, വീട് നോക്കുക, ഉം. വീട് പണിയുക, ഉം. ഇതൊക്കെ എല്ലാം ഒരു കുറേ വർഷക്കാലം ഞാൻ എൻ്റെ ലൈഫല്ലായിരുന്നു. എനിക്ക് അതായിരുന്നു എൻ്റെ മെയിൻ ഇത്, ഫാമിലി. ഫാമിലി. അപ്പോൾ അവരൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് കുറേ കഴിഞ്ഞ് അതെ, വന്നില്ല വന്നു കാലഘട്ടം. സ്ട്രഗ്ലിംഗ് പീരീഡ് ഒരു ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഞാൻ എന്താ പറയുക, എന്താ പറയുക, ഒരു സെറ്റിൽഡ് ആയിട്ടില്ലല്ലോ. ഇപ്പോഴും ഞാൻ സ്ട്രഗ്ലിംഗ് പീരീഡ്. കാരണം അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഉം. അവരുടെ കല്യാണവും അവരുടെ കുട്ടിയുടെ ബാപ്റ്റിസം അതെ, കഴിയുന്നവരെ അതെ, നമുക്ക് അതെ. ഡ്യൂട്ടീസാണ്. അപ്പോൾ അത് ഞാനടക്കം 3 ഉം. പേരുടെയാണ് കല്യാണമാണ് ഞാൻ ഒറ്റയ്ക്ക് നടത്തിയത്. അതെ. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയ, പക്ഷെ അതൊക്കെ സന്തോഷമാണ്. അതൊന്നും ഒരു ഇതായിട്ട് ഞാൻ തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിങ്ങനെ ഒരു ഇതാണ്. കാരണം എനിക്കിങ്ങനെ ഒരു ലൈഫ്, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നിലെല്ലാം അർപ്പിച്ച ഒരു വിശ്വാസം ഉണ്ടല്ലോ, അത് ഞാൻ അതെ. തെറ്റിച്ചില്ല. അവരെ ഞാൻ കൊടുത്ത വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് വീട് അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയും തറവാട് വിറ്റ് ഇവിടെ പൊന്നുരുന്നിയിൽ ആ ഒരു 4 സെൻറ്റ്, 4 സെൻറ്റ് സ്ഥലം എനിക്കുള്ളത് ഇപ്പോഴും. ഓ. ഇപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു എനിക്ക് 4-5 വീട്, 4-5 ഫ്ലാറ്റ്. എനിക്ക് ആകെയുള്ള 4 സെൻറ്റ് സ്ഥലമാണ് പൊന്നുരുന്നിയിൽ. ഉം. അതിൽ പഴയതുണ്ടായിരുന്ന ഒരു വീടാണ്, അത് പൊളിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു പുതിയ വീട് ഓ. പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് പഴയ അപ്പോൾ 2 വീടായി. ഒന്നുമില്ല, ആ വീട് പൊളിച്ചിട്ടാണ് ഇപ്പോൾ പണിതോണ്ടിരിക്കുകയാണ്. ദേ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്. എനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ട് ഇപ്പം എനിക്ക് തീർക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് ആളുകൾ പറയുമ്പോൾ പറയും അയ്യോ അവർക്കൊക്കെ എന്താ ലൈഫാണ്. സെറ്റപ്പ്, ഭയങ്കര ഒന്നുമില്ല. അങ്ങനെ കുടുംബ സ്വത്തും കാര്യങ്ങളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ ഈ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതും ഞാൻ ഇത്ര നാളും സീരിയലിലായിരുന്നു. സീരിയലിന്റെ ഞാൻ 10,000 രൂപ സമ്പാദിച്ചാൽ 5,000 രൂപ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അത്രയും എൻ്റെ ഡ്രസ്സും എൻ്റെ ഓ, മേക്കപ്പും എൻ്റെ ശരിയാണ്. അസിസ്റ്റന്റിന്റെ ബാറ്റയും എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം എനിക്ക് ഈ 5,000 രൂപ സമ്പാദിക്കാൻ എന്നറിയോ. അത്രയും കാശും പിന്നെ അത് നമ്മുടെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചിട്ട് പുറത്ത് കിട്ടുന്ന മെയിൻറ്റെയിൻ ഉദ്ഘാടനങ്ങളോ ചെയ്യാൻ. അങ്ങനെ എന്തൊക്കെ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടാവണത്. പിന്നെ ഈ ലൈഫ് നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് നമുക്കത് അതെ, 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 അതെ. കൊണ്ടുപോകണ്ടേ. നല്ല അതിലൊക്കെ അപ്പൊ അതാ പറഞ്ഞത്. അങ്ങനെ വലിയൊരു ഇതിലേക്കൊന്നും ഞാൻ ടി വിയിലായതുകൊണ്ട് ജീവിച്ചു പോയിട്ടുണ്ട് ബുദ്ധിമുട്ടില്ലാതെ. നമ്മൾ ഇതുവരെ ഞാൻ നന്നായിട്ട് ജീവിച്ചു പോയി. എൻ്റെ ആഗ്രഹങ്ങള് ഇഷ്ടത്തിന്, പണ്ടൊക്കെ എല്ലാം പിശുക്കാണല്ലോ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാനും ഒക്കെ. പക്ഷെ അങ്ങനെയില്ല. എനിക്ക് ഇഷ്ടം തോന്നി എനിക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും വാങ്ങാം, ഏത് അതെ. ഇഷ്ടപ്പെട്ട ചെരുപ്പ് വാങ്ങാം. അങ്ങനെയൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെ. ഫ്രീഡം അതെ ആയി, അതെ ഇൻഡിപെൻഡന്റ് ആയി. അതെ അങ്ങനെയാണ് അതെ പറയേണ്ടത്, അതെ ഇൻഡിപെൻഡന്റ് ആയി അതെ അതെ എന്നുള്ളതാണ്. അതെ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് ഇടയ്ക്ക് പേര് മെൻഷൻ ചെയ്ത് പോയി. ഉം. പക്ഷെ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് മനോജേട്ടൻ. ആണല്ലോ ഓഫ് കോഴ്സ്. അങ്ങനെയല്ല, നമ്മൾ പറയുമ്പോ നമ്മളെ എല്ലാത്തിലും നമ്മളെ കൂടെ, നിങ്ങൾ ഒരു ഫീൽഡിൽ വർക്ക് അതെ ചെയ്യുന്നവരാണ്. അതെ നിങ്ങൾ ഒരു കല്യാണം കഴിച്ചത് ആ സ്റ്റോറി നമ്മൾ പറഞ്ഞു, പറഞ്ഞു. ലവ് സ്റ്റോറി. അതല്ലാതെ ഇപ്പം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ഒരേ സീരിയൽസിൽ വർക്ക് ചെയ്യുന്നു. മനോജേട്ടന്റെ ഒരു സപ്പോർട്ട് ചേച്ചിയുടെ ലൈഫിൽ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ചേച്ചി എല്ലാവർക്കും ലൈഫിൽ ഒരു ഡൗൺ പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വീക്കായ ഒരു എവിടെയെങ്കിലും മനോജേട്ടന്റെ ഒരു പ്രസൻസ് കൊണ്ട് ചേച്ചിക്ക് ഭയങ്കര ഒരു അതെപ്പോഴും ഉണ്ട്. എന്തൊരു ഇഷ്യൂ ഇപ്പൊ നമ്മുടെ ലൈഫല്ലേ, ഉം. ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് പലതും വരും. ഞാൻ പെട്ടെന്ന് ഡെസ്പാവുന്ന ഒരാളാണ്. ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആവും. ഞാൻ കരച്ചിലും എന്തിനു പറയണു, ഒരു സീരിയൽ തീരുമ്പോൾ തന്നെ ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ അന്ന് വിഷമിച്ചിരിക്കും. ഞാനിങ്ങനെ ഭയങ്കര ഈശ്വരാ കാരണം കാര്യങ്ങൾ കിടക്കുകയാണല്ലോ ഓ, മുന്നോട്ട്. ആ, ആ ലൈബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ആ, എനിക്ക് ആ, ടെൻഷൻ. ഈശ്വരാ നീ അതൊക്കെ എങ്ങനെ അടയ്ക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എടുത്ത് ഞാൻ എനിക്കൊരു പോകുന്നത്, നിനക്ക് എന്താടി, നിനക്ക് അങ്ങനെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നിനക്ക് എപ്പോഴും അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വർക്ക് വരുമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യം കളയണത്? എൻ്റെ ആരോഗ്യം ഞാൻ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കും ടെൻഷൻ അടിച്ച്. എനിക്ക് അങ്ങനെയാണ് ഓരോ പ്രഷറും അതും ഇതും ഒക്കെ വരണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ഭയങ്കര ആങ്സൈറ്റിയുടെ ആളാ. ഉം. മനുവാണെങ്കിൽ ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും
വരട്ടെ, ഒരു ഇതിലും ഇങ്ങോട്ട് എടുക്കില്ല പുള്ളി. അങ്ങനെയാണ് പുള്ളി. ഉം, കര അതിനുള്ളൊരു കഴിവുണ്ട്. എനിക്ക് അതിന്റെ ഒരു ഞാനും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഉം. കര കൂടുതൽ Sensitive ആ. ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പൊ ഏതൊരു സ്ഥലത്ത് ഞാൻ തടന്നു പോകുമ്പോ എന്നോട് എന്നെ ശക്തിയോട്ട് നീ ഒന്ന് പോടിയെന്ന്, നീ അത് ഭയങ്കര നമുക്ക് എനർജിയാണ് അതിൽ തരിക. എനിക്ക് എന്ത് കാര്യം വന്നാലും പറയും നീ ധൈര്യമായിട്ടിരിക്കുക, ഒരു മണ്ണാങ്കട്ടയില്ല, അവിടെ ഞങ്ങള് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു അതെ ഇതുണ്ടല്ലോ, അതെ അതെ അതെ. അത് ഭയങ്കര ഒരു അത് സപ്പോർട്ട്. ജീവിക്കാനും ഒരു ധൈര്യമാണ് പിന്നെ പിന്നെ മുന്നോട്ട്. അതൊരു ആളൊരു സ്ട്രോങ് ഷോൾഡർ നമുക്ക് ഉണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. എന്ത് വന്നാലും എനിക്ക് അങ്ങനെ ഒരാളുണ്ട്, എന്ത് എന്ത് വന്നാലും. അപ്പൊ അതൊരു വലിയൊരു ഇത്, ദൈവാനുഗ്രഹം. ടച്ചുഡ് അത് അങ്ങനെ തന്നെ യെസ്. ഉണ്ടാവട്ടെ എന്നുള്ളത് നമ്മൾ സ്ക്രീനിലൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നിയിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം ഇത്ര വർഷങ്ങളായി. കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 23 years. അത്രയും വർഷമായി. 2 വർഷം കൂടെ കഴിഞ്ഞ സിൽവർ ആ, ജൂബിലി ശരി. ആയി. അതെ. ഞങ്ങള് പക്ഷെ രണ്ടുപേരും കൂടെ നേരിട്ട് കണ്ട ഭയങ്കര ഫൈറ്റ്. എപ്പോഴും ആ, മുന്നാളാണ് ഞങ്ങള്. ആ, പക്ഷേ ഒന്ന് രണ്ടുപേരും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറിയോ ഒരു 5000 കോളായിരിക്കും. എത്തിയോ, എത്തിയോ, ആ, പോന്നോ, ഇരുന്നു. ആളുകൾ തന്നെ ലൊക്കേഷനിൽ കളിയാക്കും. ആ. നിങ്ങൾ ഈ വയസ്സാം ഇത്രയും കാലത്ത് ഇത്രയും ഇത്രയും വർഷമായിട്ട്. വർഷമായിട്ട് ഇത് എന്തോന്നാ നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക്, മനു ആണെങ്കിലും മനു ലൊക്കേഷനിലാണെങ്കിലും ഉം. ഏത് നേരം ആൾക്കാർ കളിയാക്കും, നിങ്ങൾ വല്ല കാമുകിനോടും കാമുകൻ എന്റെ പെണ്ണും ഇപ്പോഴും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞോ, ഇറങ്ങിയോ, ആ, എത്തിയോ. ആ. അതിപ്പോഴും അങ്ങനെ അത് തന്നെ ഒരു അങ്ങനെ ശീലമായി. അതൊരു ശീലമാണ്. ഉം, അത് കണ്ട ഇങ്ങനെ ഞാൻ തെക്കെന്ന് പറഞ്ഞ പുള്ളി വടക്കെന്ന് പറയും, ഉം. ഞാൻ കിഴക്കെന്ന് പറഞ്ഞ പുള്ളി പടിഞ്ഞാറെന്ന് പറയും. സ്നേഹമുള്ളടത്ത്. അത്രയും ഞങ്ങൾ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ഇഷ്ടമുള്ള സാധനം പുള്ളിക്ക് ഇഷ്ടമല്ല, പുള്ളിക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഡ്രസ്സിങ് കാണുമ്പോൾ പുള്ളി പറയും പുള്ളിയുടെ, അങ്ങനെ അഭിപ്രായങ്ങളുടെ എക്സ്ട്രീം എക്സ്ട്രീമാണ് ഞങ്ങള്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സ്നേഹം. സ്നേഹം, അത് വലിയ ബേസ് ആയിട്ട് ഇങ്ങനെ. സ്നേഹമുള്ളടത്താണ് ഈ പറയുന്ന അതെ, അടി ഉണ്ടാവുക. വഴക്കും പിണക്കും ഒക്കെ ഇതൊക്കെ ഉണ്ട്. ചെറിയ ആ, സൗന്ദര്യ ആ, പിണക്കം. അതിങ്ങനെ ചേച്ചിക്ക് അതെ അതെ സൗന്ദര്യം അതെ. കൂടി പോയോണ്ട് ഓ മൈ ഗോഡ്. മനോജ് ചേട്ടന്റെ ഒരു പിണക്കം അത്രേ അതെ ഉള്ളൂ അതെ എന്നുള്ളതാ. അതെ. ഇത്രയും നാളെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ചേച്ചി ബിഗ് ബോസിൽ പോയിട്ടില്ല. അതെന്താ വിളിച്ച് എനിക്കറിയാം എന്തായാലും എല്ലാ ഞാൻ പിന്നെ ഒരു സീസൺസിലും. കാര്യമുണ്ട് മോളെ, ബിഗ് ബോസ് നടക്കുമ്പോഴും ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ഒരിക്കലും ഞാൻ ഫ്രീ ആയിട്ടുണ്ട്, അതോ ഓ, ഏഷ്യാനെറ്റിലും ആയിരിക്കും. ആ സീരിയലിൽ എപ്പോഴും ചെയ്യുന്നുണ്ടോ? ഏഷ്യാനെറ്റ് സീരിയലിൽ ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്നെ കൺസിഡർ ചെയ്യാനൊന്നും ചാൻസ് ഇല്ല. വിളിച്ചിട്ടില്ല ഇതുവരെ. എന്നെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആ, ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. എപ്പോഴും പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ബീന ഉണ്ടാവും. ആന്റണി അങ്ങനെ ഉണ്ടാവും. കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ, പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ചാനലിന്റെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇല്ലേ, അവരൊരിക്കലും അയ്യോ എന്നെ കൺസിഡർ ചെയ്യാൻ സമ്മതിക്കാറില്ല. ഓക്കെ. കാരണം ഞാൻ ആ ക്യാരക്ടർ പോയാൽ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ എപ്പോഴും അവർ നിൽക്കും. ഉം. അങ്ങനെ എനിക്കൊരു ആങ്സൈറ്റി. എന്റെ മോൻ പറയും അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ, അമ്മ പോവണ്ട എന്ന് പറയും. കണ്ണന് ഭയങ്കര. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് ആ, ആക്ച്വലി. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ ഉള്ളിൽ ചെന്നിട്ട് നടക്കാൻ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ഭയവുമുണ്ട്. ഈ തസ്നി ചേച്ചി സ്നേഹം. പോയിട്ടുണ്ട്. അവ ചുമ്മാ ചോദിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയായിട്ട്. അവള് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണ് അവിടെ നിന്ന് പോവാൻ. അവള് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെൻസിറ്റീവ് ആ, ആയിട്ടുള്ളവർക്ക് അത് മാത്രമല്ല അത് കാരണം അവൾക്കൊരു സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് തസ്നികാൻ എന്നെ തെണ്ടോന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഇതായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു അതൊക്കെ ഭയങ്കര, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലടി, ഭയങ്കര ടഫാണ് അതിൻ്റെ അകത്ത് നിലനിന്ന് പോവാന്ന് അതെ. പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഓർക്കും എനിക്കൊക്കെ പറ്റുമോ. പക്ഷെ ഞങ്ങളൊരു കപ്പിൾ എൻട്രി എക്സ്പെക്ട് ചെയ്യും. മനോജേട്ടനും ആ, ചേച്ചി. മനോജേട്ടൻ ഞങ്ങൾ വരുമോ? തന്നെ അതിനകത്ത് അടിച്ച് ചാവും രണ്ടും കൂടെ. അത് തന്നെ ഒരു അടിയായിരിക്കും. അയ്യോ ഞങ്ങള് തമ്മിൽ അങ്ങനെയൊക്കെ ഒരു ഷൂട്ടിങ്ങിന് രണ്ടുപേരും കൂടി പോയാലോ ആണോ? എന്തൊക്കെ പറഞ്ഞു ആ മനു, ഞങ്ങള് തന്നെ അവിടെ കിടന്ന് എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് അറിയോ. എന്ന് വെച്ചാൽ വേറെ ഒന്നിനല്ല, ആ, മനുവിനപ്പൊ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ആ, പറയണ പോലെ തന്നെ അവിടെയൊക്കെ അഭിനയിക്കാറില്ല ഞങ്ങൾ പൊതുവേ കേട്ടോ. ഓ, അതാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ എപ്പോഴും ഒറിജിനൽ ആയിട്ട് അങ്ങോട്ട് നിൽക്കും. ഉം. അവിടെ ഇപ്പൊ ഒരു സ്ഥലത്തും പോയി നമ്മള് ആർട്ടിസ്റ്റുകളാണ് അവിടെ ചെന്നിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ ഇല്ല. രണ്ടെണ്ണത്തിനും അറിഞ്ഞു. അപ്പൊ ഒറിജിനൽ സ്വഭാവം അങ്ങോട്ട് വരും. അതാണ് സംഭവം. അപ്പം എന്തായാലും ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷങ്ങളിലും മികച്ചു നിൽക്കുന്നത് ബാലൻ തന്നെയാണ്. ഒത്തിരി സന്തോഷം ചേച്ചി. നമ്മൾ പറഞ്ഞ പോലെ മൈൽ സ്റ്റോണിലേക്ക് തിരിച്ചു വന്നപ്പോ ഒരു 1.5 വരവായിരുന്നു ബാലനിലൂടെ. അവിടുത്തെ ആളാണല്ലോ അതെ, അവര്. അപ്പൂസൊക്കെ എപ്പോഴും പറയും ഫാമിലിയാ. ഫാമിലി. അതെ അതെ, ഫാമിലിയാണ്. ഫാമിലിയാണ്. എല്ലാ ക്രിസ്മസിനും എല്ലാ ഈസ്റ്ററിനും എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ വരും. വിളിച്ച് ചേച്ചി വരട്ടെ അങ്ങോട്ട്, ചേച്ചി ഞങ്ങളങ്ങ് വരട്ടെ. പിന്നെ ഞാൻ പറയാ വേണ്ട വരണ്ടടാ വരണ്ട ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ്. അതിന്റെ ഒരു സമയം വന്നു അല്ലേ? അത് ഞാൻ ഇപ്പൊ കുറെ ദിവസമായിട്ട് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു പോഡ്കാസ്റ്റ്. ഞാൻ പറഞ്ഞ മോനെ
സമയമായിട്ടില്ലടാ, വരട്ടെ. ഉം. ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടല്ലോ. ആ. ഞാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്, അതൊന്ന് റിലീസ് ആവട്ടെ. അപ്പൊ പറഞ്ഞു, അന്നവിടെ അങ്ങനെയാണ് ആ കറക്റ്റ് ടൈം. വന്നത്. എന്തായാലും ഞാൻ വെൽക്കം ബാക്ക് ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും വെൽക്കം ബാക്ക് ടു മലയാളം മൂവി ഇൻഡസ്ട്രി. എന്താ ഞങ്ങളൊരു സ്നേഹം സമ്മാനമുണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഫാമിലിയുടെ വക ചേച്ചിക്ക് ഒരു താങ്ക് യു. gift. എന്നും ചേച്ചി ഞങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഈ പറഞ്ഞ നല്ല ഓർമ്മകളുള്ള ഞങ്ങള് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ നല്ല ക്യാരക്ടേഴ്സിലെ ബീന ആന്റണി ആയിട്ട് തുടരും. ഇനി ബാലനിലൂടെ ചേച്ചിക്ക് ആ ഒരു വലിയ കോംപ്ലിമെന്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഇനിയും എന്തോ ഒരാഴ്ച ആയിട്ടുള്ളൂ, പക്ഷെ എന്നിട്ടും ഹൗസ്ഫുൾ ആണ്. 2-3 പ്രാവശ്യം കാണുന്ന ആൾക്കാരുണ്ട്. അതെ, അതെ. പക്ഷെ ചിലവർ പറയുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല, ഒരു ഭയങ്കര ഇമോഷണൽ അതെ, അതെ, ആയിട്ട്. അതെ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് താങ്ക് യു. യു. അപ്പൊ എനിക്ക് വന്നതിലും ഇപ്പൊ ഇങ്ങനെ ഇത്രയും വിശേഷം നിങ്ങളായിട്ട് ഇങ്ങനെ പങ്കുവച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഉം. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും നിങ്ങളുടെ ഒക്കെ ആ സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ എൻ്റെ ഒപ്പം തീർച്ചയായും ഉണ്ടാവണം തീർച്ചയായും. കേട്ടോ. താങ്ക് യു സോ താങ്ക് മച്ച്. യു ചേച്ചി.